നിശ്ചയമായും ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തിലൊരു രാഷ്ട്രീയമില്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നമ്മളുടെ പങ്ക്, നമ്മുടെ പങ്കാളിത്തം, നമ്മളുടെ പ്രാതിനിധ്യം അത് ഉറപ്പാക്കാൻ ഏതൊരു സംസ്ഥാനത്തിനും അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? മാർച്ച് 22-ാം തീയതി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഒന്നിച്ച് യോഗം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് ഒഡീഷയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെയുള്ള മുഖ്യമന്ത്രിമാരെയും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ ഒരു യോഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റക്കെട്ടായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അതുകൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ചില ചെറിയ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളും ഒക്കെ തന്നെയും ഈ പ്രശ്നം വളരെ ശക്തമായി ഉന്നയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനം പുലരുകയുമുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 1951 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. 51 ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ അന്നത്തെ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്തെ പാർലമെന്റിലുള്ള സീറ്റ് എത്രയാണ്? ലോക്സഭയിലുള്ള സീറ്റ് എത്രയാണ്? 494 സീറ്റാണ്. എന്തുകൊണ്ടാണ് 494 സീറ്റ് എന്ന് പറയുന്നത്? ഭരണഘടനാ തത്വം അനുസരിച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 36 കോടി ജനങ്ങളാണ് 1951 ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 494 സീറ്റുകൾ എന്നുള്ളത് ലോക്സഭയിൽ ക്രമീകരിക്കപ്പെട്ടത്. 1951 സ്ഥിതി അതാണെങ്കിൽ 1961 വരുമ്പോൾ അടുത്ത സെൻസസ് വരുന്നു. സ്വാഭാവികമായും അടുത്ത സെൻസസ് വരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമല്ലോ. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ട് പാർലമെന്റിലെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. അപ്പോൾ 1961 നമ്മൾ വീണ്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു. എത്രയിലേക്കാണ്? 522 സീറ്റുകളായിട്ട് നമ്മൾ ഉയർത്തുന്നു. അന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 44 കോടിയായി. 36 കോടിയിൽ നിന്ന് 44 കോടിയിലേക്ക് 8 കോടിയുടെ വർധന ഉണ്ടാകുമ്പോൾ 10 വർഷത്തിനുള്ളിൽ സീറ്റുകളുടെ എണ്ണത്തിലും നമ്മൾ ആ വർധന വരുത്തുന്നു ആനുപാതികമായി. അങ്ങനെ 494 സീറ്റുകളിൽ നിന്ന് 522 സീറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ഈ പറയുന്ന ലോക്സഭയിലെ അംഗസംഖ്യ വിപുലമാക്കുന്നു. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1971 തെരഞ്ഞെടുപ്പ് വരുന്നു. 1971 സെൻസസും 1971 തെരഞ്ഞെടുപ്പും വരുമ്പോഴാണ് നമ്മൾ 543 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ്? അപ്പോഴേക്കും നമ്മുടെ അംഗസംഖ്യ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 54 കോടിയായിരിക്കുന്നു എന്നുള്ളതാണ്. 54 കോടിയായ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ പ്രാതിനിധ്യം അനുസരിച്ച് 543 സീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇന്നും നമ്മുടെ സീറ്റ് 543 തന്നെയാണ് ലോക്സഭയിൽ. അന്നത്തെ കണക്കെന്താണ്? 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്നുള്ളതാണ്. 10 ലക്ഷം പേർക്ക് ഒരു MP എന്നുള്ളതാണ്. അപ്പോൾ 543 പേരാകുന്നു 54 കോടി ജനങ്ങൾ. വളരെ കൃത്യമാണ്. 1971 നമ്മളത് ഫ്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഫ്രീസ് ചെയ്യുന്നത്? പിന്നീട് അങ്ങോട്ടേക്ക് നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൺട്രോളിലേക്ക് മാറുന്നു, അല്ലേ? ജനസംഖ്യാ വർധന എന്ന് പറയുന്നത് അഭൂതപൂർവമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, ജനസംഖ്യാ സ്ഫോടനം സംഭവിക്കുന്നു. അത് തടസ്സപ്പെടുത്തേണ്ടതുണ്ട്, അഥവാ അത് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാർ. നമ്മൾ ആ കാലഘട്ടം ഒന്ന് ആലോചിക്കണം. നമ്മൾക്ക് വലിയ ഭക്ഷ്യക്ഷാമമൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന, നമ്മളങ്ങനെ വലിയ ഇൻഡസ്ട്രിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് മാത്രമായിട്ടുള്ളൊരു സമയമാണ്. അപ്പം വലിയ വ്യവസായ വിപ്ലവമൊന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷ്യക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഹരിത വിപ്ലവം ഇങ്ങനെ എന്താ പറയുക പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അനിവാര്യമായിരുന്നു. അന്നാണ് 1971 നമ്മൾ ഈ പറയുന്ന ഭരണഘടനയെ അമെൻഡ് ചെയ്തുകൊണ്ട് 2000 വരെ ഈ സീറ്റുകൾ ഫ്രീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലേ? 2000 വരെ ഇനി ലോക്സഭയിലെ നമ്പർ ഓഫ് സീറ്റ്സ് വർദ്ധിപ്പിക്കേണ്ടതായി തീരുമാനിക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ ഓരോ സംസ്ഥാനവും ജനസംഖ്യയെ യാതൊരു വിധത്തിലും നിയന്ത്രിക്കാതിരിക്കും. എന്താണ്? ആ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം ലോക്സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് 1971 നമ്മളത് ഫ്രീസ് ചെയ്തത്. 1971 ഫ്രീസ് ചെയ്ത ആ തീരുമാനം 2000 വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. എന്താണ്? 71 മുതൽ 2000 വരെ നമ്മൾ ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. 2000 വീണ്ടും നമ്മൾ ഭരണഘടന അമെൻഡ് ചെയ്യുന്നു. എന്താണ് ആ തീരുമാനം? 2026 വരെ നമ്മളിത് വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെയും കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. 2026 വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചർച്ചയ്ക്കെടുക്കുകയാണ്. എന്താണ് ആ ചർച്ച എന്ന് പറയുന്നത്? നമുക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി ലോക്സഭയിലെ പ്രാതിനിധ്യം, നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടണ്ടേ എന്നുള്ളതാണ്. ന്യായമായൊരു ചോദ്യമായിട്ട് തന്നെ നമുക്കതിനെ മനസ്സിലാക്കാം. 2 സാധ്യതകളാണ് ഇക്കാര്യത്തിൽ സർക്കാർ ആരായുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്, നിലവിൽ 543 സീറ്റുകളുണ്ടല്ലോ. ഈ 543 സീറ്റുകളുടെ ക്യാപ്പ് അതേപോലെ തന്നെ നിർത്തുക, എന്നിട്ട് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുനർവിതരണം ചെയ്യുക. എങ്ങനെയാണ് പുനർവിതരണം ചെയ്യുക? ജനസംഖ്യ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുനർവിതരണം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ 543 സീറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ക്യാപ്പ് നിർത്തുന്നു. എന്നിട്ട് നമ്മളത് പുനർവിതരണം ചെയ്യാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, കേരളത്തിൽ സീറ്റുകൾ നഷ്ടമാകും,
തമിഴ്നാടിന് സീറ്റ് നഷ്ടമാകും, ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും കർണാടകയ്ക്കും സീറ്റ് നഷ്ടമാകും. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ എന്താ, നമ്മളിവിടെ നന്നായി പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തു. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തത് വഴി നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലെ ഇനിയൊരു സീറ്റ് നിർണ്ണയം നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലുണ്ടല്ലോ നിലവിൽ ഇപ്പം 80 സീറ്റാണ് ഉള്ളത്. 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ 91 സീറ്റാകും. 11 സീറ്റ് കൂടും ഉത്തർപ്രദേശിൽ. ബീഹാറിൽ എത്ര സീറ്റാണ് കൂടുക എന്നറിയോ? നിലവിൽ 40 സീറ്റാണ് ഉള്ളത്, 50 സീറ്റാവും. 10 സീറ്റ് ബീഹാറിന് കൂടുകയാണ് ചെയ്യുന്നത്. രാജസ്ഥാനിൽ 25 സീറ്റാണ് ഉള്ളത്, അത് 31 സീറ്റാവും. 6 സീറ്റ് കൂടും. മധ്യപ്രദേശിൽ 29 സീറ്റാണ് ഉള്ളത്, അത് 33 സീറ്റായിട്ട് വർദ്ധിക്കും. 4 സീറ്റ് കൂടും. അങ്ങനെ വരുമ്പോൾ ഈ 4 സംസ്ഥാനങ്ങൾ മാത്രം നിർത്തിയേ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ബീഹാർ, അവിടെ എത്ര സീറ്റാണ് കൂടുക എന്നറിയാവോ? 33 സീറ്റ് കൂടും ഒറ്റയടിക്ക്. അതായത് ഈ 543 നിർത്തിക്കൊണ്ടാണ് കേട്ടോ. അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 33 സീറ്റുകളാണ് ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രം കൂടാൻ പോകുന്നത്. എന്നാൽ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ സ്ഥിതി? തമിഴ്നാട്ടിൽ 39 സീറ്റാണ് നിലവിലുള്ളത്, അവർക്ക് 8 സീറ്റും കുറയും, 31 സീറ്റായിട്ട് മാറും. ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും കൂടി 42 സീറ്റുണ്ട്, അത് 34ആയിട്ട് കുറയും, അപ്പോഴും 8 സീറ്റ് അവിടെയും കുറയും. കേരളത്തിൽ എത്ര സീറ്റാണ് കുറയാന്നറിയോ? 8 സീറ്റ് കുറയും, 12 സീറ്റായിട്ട് കേരളത്തിൽ മാറും. 1971 നമ്മുടെ പോപ്പുലേഷൻ എത്രയാണെന്നറിയോ? 2 കോടിയാണ്. ആ 2 കോടി വെച്ചിട്ടാണ് നമുക്ക് 20 സീറ്റ് എന്ന് പറയുന്നത്. അന്ന് ഫ്രീസ് ചെയ്തപ്പോൾ 20 സീറ്റാണ് നമുക്കുള്ളത്. കാരണം എന്താ, അന്ന് നമുക്ക് 2 കോടിയാണ്. ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ, 10 ലക്ഷമാണ് ഒരു സീറ്റ്. അങ്ങനെ ആകുമ്പോൾ 1 കോടിയിൽ 10 സീറ്റ്, 2 കോടിയാകുമ്പോൾ 20 സീറ്റ്. ഇതാണ് കണക്ക്. ഇപ്പം നമുക്ക് 3.5 കോടിയുണ്ട്, അതുകൊണ്ട് സീറ്റ് വർദ്ധിക്കില്ല കേട്ടോ, 12 സീറ്റായിട്ട് കുറയുക ചെയ്യുക. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എന്താ പറ്റുക? തെക്കേ ഇന്ത്യയിൽ 26 സീറ്റ് കുറയും. 543 സീറ്റുകളുള്ള പാർലമെന്റിൽ നിലവിൽ നമ്മളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിൽ 129 സീറ്റാണ്. ഈ പറയുന്ന 5 സംസ്ഥാനങ്ങളിലൂടെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരിയിൽ 1 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ തമിഴ്നാടിൻ്റെ അക്കൗണ്ടിലാണ് കൂട്ടുന്നത്. അപ്പോൾ മൊത്തം 129 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ എന്താ നമ്മുടെ ഷെയർ എത്രയാണെന്നറിയോ? 24% ആണ്. 543 അംഗ പാർലമെന്റിൽ, ലോക്സഭയിൽ തെക്കേ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് 24% ആണ്. ഇത് മാറിയാണ് എങ്കിൽ നമ്മൾക്ക് 5% കുറവ് വരും. 19% നമ്മളുടെ ഷെയർ കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 848 സീറ്റാണല്ലോ ഇപ്പം നിലവിലുള്ള ജനസംഖ്യ വെച്ചിട്ടൊരു പ്രൊജക്ഷൻ പറയുന്നത് 848 സീറ്റാണ്. ശരിയാണ്. പുതിയ പാർലമെന്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത സമയത്ത് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയൊരു കാര്യം, 888 സീറ്റുകൾ അവിടെ ഉണ്ട്. നല്ലതാണ്, ആ മുൻകരുതലൊക്കെ നല്ലതാണ്. അപ്പോൾ ഭാവിയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ കൊണ്ടുവന്നിട്ട് കസേര ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് സംവിധാനങ്ങൾ ഒരുക്കുന്നത് നല്ലതാണ്. പക്ഷേ 848 സീറ്റുകളിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അന്ന് 888 സീറ്റുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം, അപ്പോൾ തന്നെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരുന്നല്ലോ കേന്ദ്ര സർക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർധന വരുത്താൻ പോകുന്നു എന്നുള്ളതാണ്. ആ വർധന വന്നാൽ ഭയങ്കരമായ വ്യത്യാസമാണ് വരാൻ പോകുന്നത്. ഭയങ്കരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 848 സീറ്റിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ 80 സീറ്റാണ് ഉള്ളത്. എത്ര സീറ്റാണ് കൂടാൻ പോകുന്നത്? 143 സീറ്റ്, 63 സീറ്റ് കൂടും. 63 സീറ്റ്സ് ചെറിയ കാര്യമാണോ? 80 സീറ്റ് ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ചൊല്ലുണ്ടല്ലോ, ഉത്തർപ്രദേശിൽ ആര് വിജയിക്കുന്നു അവരാണ് രാജ്യം ഭരിക്കുക എന്ന് ഇപ്പോഴും പറയാറുണ്ട്. ഉത്തർപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയായിരിക്കും രാജ്യത്തെ രാഷ്ട്രീയം പോവുക എന്നൊരു ഒരു ചൊല്ല് തന്നെയുണ്ട്. അപ്പം 143 സീറ്റായിട്ട് അത് വർദ്ധിക്കുന്നു. ബീഹാറിൽ ഇപ്പോൾ 40 സീറ്റാണ് ഉള്ളത്, അത് 79 സീറ്റായിട്ട് വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ എത്ര വർദ്ധനയെന്നറിയോ? 39 സീറ്റ്, ഓൾമോസ്റ്റ് ഡബിൾ. 40 സീറ്റുള്ളത് ഏതാണ്ട് 80 സീറ്റ് ആകുന്നു എന്നാ കണക്ക്. ഇനിയിപ്പോൾ രാജസ്ഥാനിലാണെങ്കിലോ 25 സീറ്റ്, അത് ഡബിളാണ്, കൃത്യം ഡബിളാണ്, 50 സീറ്റാവും. അപ്പോൾ 25 സീറ്റിൻ്റെ വർധനയാണ്. മധ്യപ്രദേശിലോ 29 സീറ്റാണ് ഉള്ളത്, ഇപ്പം 23 സീറ്റ് കൂടി വർദ്ധിച്ച് 52 സീറ്റാവും. അവിടുത്തെ വർധന എത്രയാണെന്ന് പറയാം? 4 സംസ്ഥാനങ്ങളുടെ വർധന എത്രയാണെന്ന് പറയാം? ഒറ്റയടിക്ക് 150 സീറ്റാണ്. നമുക്ക് ഈ കണക്കൊന്നും നോക്കിയാൽ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരാം, എന്നാലും വെറുതെ ഒന്ന് പറയാം. ഉത്തർപ്രദേശ് ആരാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കുന്നു BJP. മധ്യപ്രദേശ് ആരാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കുന്നു BJP. രാജസ്ഥാൻ ആരാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കുന്നു BJP. ബീഹാർ ആരാ ഭരിക്കുന്നത്? BJPയും കൂടി ചേർന്നിട്ടുള്ള മുന്നണി ഭരിക്കുന്നു. ആ സംസ്ഥാനങ്ങളിലാണ് അവിടുത്തെ BJPയുടെ ശക്തിയൊന്നും ആരും കുറച്ച് കാണണ്ട. BJP വളരെ ശക്തമായൊരു പാർട്ടിയാണ് ഈ 4 സംസ്ഥാനങ്ങളും. അവിടെ 150 സീറ്റുകൾ ഒറ്റയടിക്കാണ് വർദ്ധിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ കേരളം അടക്കമുള്ള തമിഴ്നാടും ഒക്കെ അടക്കമുള്ള തെക്കേ ഇന്ത്യയിൽ എത്ര സീറ്റാണ് കൂടുന്നതെന്ന് അറിയാമോ? 848 സീറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ 39 സീറ്റ് ടൈപ്പുള്ളത് 10 സീറ്റേ കൂടുള്ളൂ. 49 സീറ്റ്, 10 സീറ്റേ കൂടുള്ളൂ. ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കൂടി ചേർത്തിട്ട് 42 സീറ്റ് ഉണ്ടല്ലോ. എത്ര കൂടുമെന്നറിയാമോ? 54 സീറ്റ്, 12 സീറ്റേ കൂടത്തുള്ളൂ. കർണാടകയിൽ എത്ര കൂടുകയെന്നറിയാമോ? 28 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്, 41 സീറ്റാവും, 13 സീറ്റാണ് കൂടുക. കേരളത്തിൽ എത്ര സീറ്റാണ് ഉള്ളതെന്നറിയാമോ? ഇപ്പോൾ 20 സീറ്റ്, 20 സീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തം ഈ പറയുന്ന തെക്കേ ഇന്ത്യയിൽ എത്ര കൂടുക? മൊത്തം 35 സീറ്റുകളാണ് കൂടുക. വടക്കേ ഇന്ത്യയിൽ എത്ര കൂടി? 4 സംസ്ഥാനങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത്. ഈ 4 സംസ്ഥാനങ്ങളിൽ മാത്രം കൂടിയിരിക്കുന്ന 150 സീറ്റാണ്. കേരളത്തിൽ 35, തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 35 സീറ്റാണുള്ളത്. ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തെലുങ്കാനയുടെയും കർണാടകയുടെയും മാത്രം പ്രശ്നമല്ല.
പഞ്ചാബ് ഒരു വലിയ പ്രശ്നമാണ്, ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സംസ്ഥാനമാണ്. വെസ്റ്റ് ബംഗാൾ ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സംസ്ഥാനമാണ്. ഒഡീഷ ഇതേപോലെ തന്നെ ഈ പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡ് ഇതേപോലെ തന്നെ പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. രണ്ട് സീറ്റ്. മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ ഇത് വലിയ അങ്ങനെ തന്നെ തുടരുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ പ്രശ്നത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ്, ഫെഡറൽ പ്രിൻസിപ്പിളിനെതിരാണ്. എന്താണ് നമ്മുടെ ഫെഡറൽ തത്വം എന്ന് പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ ശക്തിക്കനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ പ്രാതിനിധ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ടാവാതിരിക്കാനുള്ള, അത് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഫെഡറൽ തത്വത്തിന് ഘടകവിരുദ്ധമായിട്ടൊരു നീക്കം ഇത്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിക്കേ, ഈ പറയുന്ന ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശും ബീഹാറും വലിയ ആധിപത്യം ബി ജെ പിക്കുണ്ട്. പിന്നെ ഒരു മഹാരാഷ്ട്രയും ഗുജറാത്തും കൂടി പോരെ. ഈ 848 സീറ്റ് ഉണ്ടെങ്കിൽ രാജ്യം ഭരിക്കാനായിട്ട് 6 സംസ്ഥാനം മതി. നമുക്ക് 28 സംസ്ഥാനമുണ്ട് കേട്ടോ. ഈ 28 സംസ്ഥാനങ്ങളിൽ 6 സംസ്ഥാനങ്ങൾ പിടിച്ചാൽ മനോഹരമായിട്ട് ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ബി ജെ പിയുടെ കഴിവാണ്, ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണെന്നൊക്കെ നമുക്ക് വാദിക്കുമ്പോഴും നമ്മൾ ഈ ഇംബാലൻസിനെ അങ്ങനെ വിട്ടുകളയരുത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ശബ്ദം കേൾക്കുകയും ആ ശബ്ദങ്ങളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണെങ്കിലും അതൊക്കെ അംഗീകരിക്കുകയും അതിനെ ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ടൊരു സംവിധാനം നടപ്പാക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തെക്കേ ഇന്ത്യ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ 39, 40 അല്ലെങ്കിൽ 45 സീറ്റുകൾ മാത്രമുള്ള ഈ 848 സീറ്റിൽ 40 സീറ്റ് ഘടകമാണോന്നേ? 40 സീറ്റ് ഘടകമാണോ? 543 സീറ്റിൻ്റെ കണക്ക് ഞാൻ പറയാം. എന്താ രസം എന്നറിയാമോ? 543 സീറ്റിൽ 30 സീറ്റ് വളരെ നിർണായകമായില്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? 32 സീറ്റ് ഭയങ്കര നിർണായകമായില്ലേ? 240 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക്, 32 സീറ്റ് നിർണായകമായി. അതാണ് 543 എന്ന കണക്കിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത്. ആ 543ൻ്റെ പിന്നെ കണക്കിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 20 സീറ്റ് പ്രധാനമല്ലേ കേരളത്തിലെ? 20 സീറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യവും അവരുടെ പങ്കാളിത്തവും ശക്തമായി നിലനിർത്താൻ കഴിയുന്നൊരു മെക്കാനിസത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി അങ്ങ് പറയാം. നോക്കൂ, 1971 നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 55 കോടിയാണല്ലോ. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ എത്രയാണ്? 140 കോടിയല്ലേ? എത്രയാണ്? ഏതാണ്ട് ഒരു 3 ഫോൾഡ് ആയി അല്ലേ? 3 ഇരട്ടിയോളം നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. 5 പതിറ്റാണ്ടായിട്ട് 543 സീറ്റല്ലേ നമുക്കുള്ളത്? 5 പതിറ്റാണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലെന്നേ. അപ്പം 543 സീറ്റുകൾ തന്നെ നിലനിർത്തുന്നതിനകത്തൊരു തടസ്സവുമില്ല. അതിനകത്ത് ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ശക്തി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ഇതാണ് പ്രശ്നം. ആ പൊളിറ്റിക്കൽ അജണ്ട രണ്ടായിട്ട് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോവാണ്. ഒന്ന്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ ബി ജെ പിയുടെ നല്ല, ശരിക്കും പറഞ്ഞാൽ സംഘപരിവാർ ആദ്യകാലം മുതൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഫെഡറലിസത്തിനെതിരാണെന്നേ. ഗോൾവാക്കർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് ഒരു രാജ്യം മതി, വൺ നേഷൻ. അതേപോലെ തന്നെ ഒരു ഭരണകൂടം മതി, വൺ സ്റ്റേറ്റ്. അതേപോലെ ഒരു ലെജിസ്ലേച്ചർ മതി, അതേപോലെ ഒരു എക്സിക്യൂട്ടീവ് മതി. ഒരൊറ്റ രാജ്യം, ഒരു ഭരണകൂടം, ഒരു നിയമനിർമ്മാണ സഭ, ഒരു എക്സിക്യൂട്ടീവ്. ഇങ്ങനെയായിരിക്കണം രാജ്യം. അതിനകത്ത് ഓട്ടോണമസ് ആയിട്ടുള്ളതോ സെമി ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും ഉണ്ടാകാൻ പാടില്ല. ഒരു വൈവിധ്യത്തെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളൊരു രാജ്യം എന്ന് പറഞ്ഞ് രൂപപ്പെട്ടത് എപ്പോഴാണെന്നേ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലത്തല്ലേ? 500-ലേറെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണല്ലോ ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കോളനി ആകുമ്പോഴാണ് ആ ബ്രിട്ടീഷ് കോളനിയിലെ ആളുകൾ അവരുടെ ഈ പറയുന്ന അടിമത്തത്തിനെതിരായിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിനെതിരായിട്ട് പോരാടാൻ വേണ്ടി ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേശീയതയാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. പക്ഷേ ആ ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രത്യേകത എന്താ? അതിൻ്റെ വൈവിധ്യങ്ങളെ അത് സംരക്ഷിച്ച് നിർത്തി എന്നുള്ളതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നല്ലേ നമ്മൾ പറയുക? ആ നാനാത്വത്തിൽ ഏകത്വമാണല്ലോ ഇന്ത്യയുടെ ഒരു മനോഹാരം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ ഭാഷയില്ലല്ലോ. ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ജനവിഭാഗമല്ല നമ്മൾ. ഒരേ വസ്ത്രധാരണമാണോ നമ്മൾ നടത്തുന്നത്? അല്ലല്ലോ. ഒരേ ഭക്ഷണ രീതിയല്ലല്ലോ നമുക്ക്. വിവിധ സംസ്കാരങ്ങളല്ലേ നമുക്കുള്ളത്. അപ്പോൾ ആ വൈവിധ്യത്തെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതും ഭാരതീയത എന്ന് പറയുന്നതിനെ ഒരു ഹിന്ദുത്വ ആശയമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ തുടക്കകാലം മുതലുള്ള അജണ്ടയാണ് ഈ പറയുന്ന ഈ ഒറ്റ രാജ്യം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത്. ആ ഒറ്റ രാജ്യത്തിനകത്ത് അവർ ഒരു തരത്തിലുള്ള വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് നോക്കിക്കോളൂ, തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേറൊരു വിഭാഗമായിട്ട് കാണപ്പെടാൻ പോവുകയാണ്. കാരണം തെക്കേ ഇന്ത്യക്ക് ഈ രീതിയിലാണ് ഡീലിമിറ്റേഷൻ സംഭവിക്കുന്നത് എങ്കിൽ തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒട്ടും തന്നെ റെലവൻ്റ് അല്ലാതായി മാറും. നമ്മുടെ രാജ്യത്ത് അവർക്ക് ഒരു വോയിസ് ഉണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 163 സീറ്റുകളെ ഉണ്ടാവുള്ളൂ. 163 സീറ്റ് എന്ന് പറഞ്ഞാൽ 848 19% പ്രാതിനിധ്യമുള്ളത്. 19% നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലുള്ളത് 24%. അത് 19% ചുരുങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെ ഒരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് കാണണം. 2031 ഇത് സെൻസസ് നടക്കാൻ പോകുന്നത്. 2021 അവസാന സെൻസസ് നടന്നത്. 2026 വരെയാണ് നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. 2026 ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇത് തുടരാനാണ് തീരുമാനമെങ്കിൽ, സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ, ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ 2031 ഈ പറയുന്ന 848 സീറ്റ് വരും. 848 സീറ്റ് വന്നാൽ തെക്കേ ഇന്ത്യയുടെ ആകെയുള്ള പ്രാതിനിധ്യം 169 ആയിരിക്കും. എത്ര തുച്ഛമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വോയിസിന് എന്തെങ്കിലും ഒരു റെലവൻസ്
ഇൻഫ്ലുവൻസ് ഉണ്ടാവുമോ എന്ന് മാത്രവുമല്ല, രാഷ്ട്രീയമായി നോർത്ത് ഇന്ത്യയിൽ സ്വാധീനമുള്ള, അതിൽ തന്നെ 4 or 5 സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ പറ്റുന്ന സുഗമമായ ഒരു സംവിധാനവും ഇതുവഴി രൂപപ്പെടും എന്നുള്ളതാണ്. ഞാൻ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ ആശങ്ക മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അതിനെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണണം. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഭാഗമായിരിക്കുമ്പോഴും ആ രാജ്യത്തിൻ്റെ പരമാധികാരം തീരുമാനിക്കുന്നതിൽ നമുക്കുള്ള പ്രാതിനിധ്യവും ആനുപാതികമായ അവകാശങ്ങളും പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കാനുള്ള ബാധ്യത ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, അതിനെതിരായിട്ട് നിലപാടെടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തെക്കേ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന, ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഗൗരവമുള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ആ അർത്ഥത്തിൽ ഈ പോരാട്ടത്തെ ഞാൻ അനുകൂലമായി കാണുന്നു. ഈ പോരാട്ടത്തെ ഞാൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. Meet the editors.